എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണതേ, ഇന്നലെയും മിനിയാന്ന് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയൊക്കെ പ്രവർത്തകരെ വാട്സപ്പിലും അതുപോലെ തന്നെ ഓല ഫേസ്ബുക്കിലും ഓല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓല പെസൽ പിക്ചറൊക്കെ വെച്ചിലൊക്കെ കണ്ടു. പോറ്റിയെ കേറ്റിയെ എന്നൊക്കെ പറഞ്ഞു. ഇത് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ചെറിയ വരുന്നു. ആരാണ് 2013 ഇവിടുത്തെ ദേവസ്വം മന്ത്രി, ആരായിരുന്നു കയറ്റിയത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ബാങ്ക് കൊടുത്ത അപ്പം മുന്നിൽ സ്റ്റെപ്പിൽ നിന്ന് നിസ്കരിച്ച് ജമായത്ത് കഴിഞ്ഞ് തന്നെ 5 വക്തും ജമായത്ത് നിസ്കരിച്ച് ഈ നടക്കുന്ന ആൾക്കാർ ഈ പച്ച കള്ളം പ്രചരിപ്പിക്കുകയാണ്. അത് നന്നായിട്ടറിയാം നമുക്ക്. അവർ ഈ ഇത് എന്താണെന്നുള്ളതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം. ഇവിടെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുമ്പോൾ ജുഡീഷ്യലിൻ്റെ ക്യാൻഡിനെ അന്വേഷിക്കും. അതിന് ഫുൾ സ്വാതന്ത്ര്യമാണ്. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടും, അതിലൊരിതുമില്ല. എന്നാൽ ദേവസ്വത്തിൻ്റെ മോല് ഇപ്പോൾ കക്കൽ തുടങ്ങിയ അല്ല, കരുണാകരൻ്റെ കാലത്ത് കെട്ടിട്ടില്ലേ, വിഗ്രഹം കട്ടൂലില്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഈ പൗരത്വ നിയമവിധി ബില്ല് ഈ പഞ്ചായത്തിന് വോട്ട് ചെയ്തെങ്കിൽ നമുക്ക് പറ്റൂല എന്നുള്ള പറഞ്ഞ് ഈ പ്രചരണം ലീഗും ശബരിമല ഹിന്ദുക്കളുടെ വോട്ടിലൊക്കെ നടത്തിയിട്ട് പോലും ഈ കള്ളപ്രചരണമൊക്കെ നടത്തിയിട്ടും 62 സീറ്റിൽ കേരളത്തിൽ ഇന്നും LDF ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന ഈ മുസ്ലിം സംഘടനകളൊക്കെ ആലോചിച്ചോളി. അവിടെയും ഇവിടെയൊക്കെ ഓരോ പഞ്ചായത്തും ചില പഞ്ചായത്ത് സീറ്റും കിട്ടിയപ്പോൾ ഇവരൊക്കെ തരിനിറം ഇപ്പോൾ കണ്ടുങ്ങൾ പള്ളിയിൽ നിന്ന് മൂല്യന്മാരെ പിരിച്ചുവിടൽ. EK സമസ്തൻ്റെ ലീഗിനെതിരിക്കണ നിങ്ങളും ആലോചിക്കുക. നിങ്ങൾക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ 9.5 വർഷം ഭരണം കിട്ടാതെ മാളത്തിൽ ഒടിച്ചിരുന്നവരൊക്കെ സത്യം ദമ്മും 4 സീറ്റ് കിട്ടിയപ്പോൾ റോട്ടിലിറങ്ങി കാണിക്കണങ്ങൾ കണ്ടു. പലവരെ പെരിയ കയറി ആക്രമിക്കണ്, ചിലവരെ പള്ളിൻ്റെ മുന്നിൽ കൂടെ പോണത്. ഇതൊക്കെ നമുക്ക് രേഖാമൂലം നമ്മളെ കയ്യിൽ തെളിവുകളുണ്ട്. നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ നിലനിൽക്കണമെങ്കിലും ഞങ്ങൾ 10-30 കൊല്ലമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ കിടോല് ഇപ്പം തുടർന്ന് നിസ്കരിക്കാൻ പോലുണ്ടാവും. നാളെ നിങ്ങളിത് പൂട്ടിക്കാനും ബലനേക്കാരം മുന്നിലേക്ക് ഉണ്ടാകുക എന്നുള്ളൊരു ബോധ്യം ഇവിടുത്തെ APക്കാർക്കും അതുപോലെ മുസ്ലിം സംഘടനകൾക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. നേതാക്കന്മാർ ചിലപ്പോൾ നമ്മളീ കെട്ടിപ്പിടിക്കും. താഴെ തട്ടിലെ അണികൾ ഇന്നും അനുഭവിച്ചു കൊടുക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അത് നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ കട്ടു കമ്മ്യൂണിസ്റ്റുകാരൻ കട്ടു പറഞ്ഞാൽ നടത്തുന്ന ആരാരോ പള്ളിൻ്റെ മുതൽ ഏറ്റവും കൂടുതൽ കട്ട ലീഗിൻ്റെ നേതാക്കന്മാരാണ്. ഇപ്പം ആലോചിക്കേണ്ട കാര്യതാ. 252 വഖഫ് കേസ് കിടക്കുക, അത് ലീഗിൻ്റെ നേതാക്കന്മാരാണ്. ഓലാണ് അമ്പലത്തിൽ കട്ടു പറയുന്നത്. ഒരു കഴിഞ്ഞിടക്കുന്ന ഒരാളെ ഒരു വരൽ ഒഴിഞ്ഞൊരുത്തനെ കുറ്റം പറയുന്ന പോലെയാണ് ലീഗ് അമ്പലത്തിൽ കെട്ടു പറഞ്ഞില്ല. വഖഫിൻ്റെ മോലും പള്ളിൻ്റെ മോലും കെട്ട് 13 ആൾക്കാർ ജയിലിലാണ് കേരളത്തിൽ. മലപ്പുറം ജില്ലയിൽ 6 എണ്ണം ഈ നാട്ടിൽ പാവപ്പെട്ടവനെ പറ്റിച്ച് 136 കേസ് മൂലം 157 കോടി പറ്റിച്ച ലീഗിൻ്റെ MLA അല്ലാതെ ഇന്ത്യ രാജ്യത്തിൽ ഇത്ര പറ്റിച്ചൊരു MLA അല്ല. 570 പള്ളിൻ്റെ മേൽക്കാലിയായ പൂക്കോയ തങ്ങൾ ഇന്നും ജയിലിലാണ് കാസർഗോഡ്. ഇതൊക്കെ പഠിച്ച ഓലാണ് അമ്പലം കട്ടു, അമ്പലത്തിൽ മാർക്സിസ്റ്റുകാരൻ കട്ടു പറഞ്ഞ പ്രചരണം നടക്കണേ. അതപ്പോൾ വേണമല്ലോ. അപ്പോൾ ചെറിയ വലിയ സത്യത്തിൽ ഇറ്റങ്ങളെ കാണും. ഇറ്റങ്ങൾക്ക് അള്ളാഹ് ബുദ്ധി പറഞ്ഞ സാധനം കൊടുത്തില്ല. എന്നാലും പറയാനുള്ളത് ഇതാണ്. ഇടതുപക്ഷ പ്രവർത്തകർ ഈ പരാജയം ഒരു വീഴ്ചയായി കണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുക. 3 ജില്ലയിലേ അവർക്ക് ലീഡുള്ളൂ. ആ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജീവമായിട്ട് പ്രവർത്തിച്ച് അടുത്ത 5 മാസം കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷത്തിൻ്റെ അധികാരത്തിൽ കയറി പലർക്കും നഷ്ടപ്പെടും എന്നുള്ളത് ആലോചിച്ചോളി. ഇവരുടേതായ ശൈലി ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് പുറത്തെടുത്തു. ഇനിയും അവരെടുക്കും. അത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.